ഹലോ ഗൈസ്, അങ്ങനെ ദമാമിൽ നിന്നും ട്രെയിൻ ചെയ്ത് ഞങ്ങൾ റിയാദിലേക്ക് ഇരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും അൽബത്തയിലെത്തി സുഹൃത്തായ മെഹറൂഫിനെയും കൂട്ടി ഇന്ന് രാത്രി റിയാദിലെ മറ്റു കാഴ്ചകളിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. റിയാദ് സെൻട്രലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പബ്ലിക് സർവീസ് ആയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്നും കൂടെ ബസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിന് മാത്രമായിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അൽബത്ത മെട്രോ സ്റ്റേഷൻ. 2024 നവംബറിൽ മെട്രോ നിലവിൽ വന്നതിന് ശേഷം റിയാദ് സിറ്റിക്ക് 50 കിലോമീറ്റർ ചുറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസിയും അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റും ആണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് 3 തരത്തിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുക. മെട്രോ കാർഡ് പ്രിന്റ് ചെയ്ത് അത് ടോപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ടുള്ള പ്രിന്റിംഗ് മെഷീൻ സ്റ്റേഷനിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ സിംഗിൾ ജേണിക്കൊക്കെ ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് സ്കാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഡാർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ ടിക്കറ്റുകൾ എടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഡെയിലി വീക്ക്ലി അങ്ങനെ ടിക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞങ്ങൾ എടുത്തത് ഒരു 3 ദിവസത്തിന് 20 റിയാൽ വരുന്ന ഒരു ടിക്കറ്റാണ് എടുത്തത്. ഇപ്പോൾ നമുക്ക് ഏത് ടിക്കറ്റ് എടുത്താലും അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ബസ് മെട്രോ സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ലഭിക്കുന്ന QR കോഡ്, ആപ്ലിക്കേഷനിൽ ലഭിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. പ്രധാനമായും 6 കളർ കോഡുകൾ വെച്ചിട്ടാണ് മെട്രോ സർവീസ് ഉള്ള സ്ഥലങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ, യെല്ലോ, പർപ്പിൾ തുടങ്ങിയ കളേഴ്സ് ആണ്. അത് നമുക്ക് പോകേണ്ട സ്ഥലം ആപ്ലിക്കേഷനിൽ കളർ കോഡ് നോക്കി ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. സേഫ് ആയിട്ടുള്ള ജേണി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാവണം വുമൻസ്, ഫാമിലി, സിംഗിൾസ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കോച്ചസ് ആണ് ഇവിടുത്തെ മെട്രോയിലുള്ളത്. പിന്നെ നോർമലി ഉള്ള പോലെ അനൗൺസ്മെന്റും സ്റ്റേഷൻ മാപ്പും ഒക്കെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ സ്റ്റേഷന്റെ എൻട്രൻസ് മാത്രം നമുക്ക് സിറ്റിയിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. മെട്രോ റെയിൽ സംവിധാനം മുഴുവനും അണ്ടർഗ്രൗണ്ടിലൂടെയാണ്. പിന്നെ ഇവിടുത്തെ മെട്രോ ഡ്രൈവർ ഇല്ലാതെയാണ് മെട്രോ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്നിലുള്ള വിൻഡോ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കും. നമുക്ക് ട്രെയിനിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള ട്രെയിൻ പാഞ്ഞു പോകുന്നൊക്കെ കൂളായിട്ട് ഇരുന്ന് കാണാം. അത് വളരെ രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ 1/2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ KFAD മെട്രോ സ്റ്റേഷനിലേക്കാണ് എത്തിയത്. റിയാദ് മെട്രോയിലെ ഒരു പ്രധാന സ്റ്റേഷനാണ് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് മെട്രോ സ്റ്റേഷൻ. റിയാദിലെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനിൽ ഒന്നാണിത്. ആധുനിക സൗകര്യങ്ങളോടുകൂടി ഈ സ്റ്റേഷനിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന നല്ലൊരു ഇവന്റ് ഞങ്ങൾ അവിടെ കണ്ടു. അങ്ങനെ ഇവന്റിന്റെ ഒപ്പം കൂടി നേരെ ഇങ്ങനെ കടന്നുപോയി. നമുക്ക് ഇങ്ങനെയുള്ള അഡ്വാൻസ് സിറ്റികളിലെ നൈറ്റ് ലൈഫ് ഒക്കെ എപ്പോഴും അടിപൊളിയായിരിക്കുമല്ലോ. അതെല്ലാം കണ്ണുറിയെ കണ്ട് ആ രാത്രി മിന്തളങ്ങുന്ന കിൻഡൻ ടവറും പിന്നെ അവിടെ ഒരു സ്പൈറൽ ടവർ ഉണ്ട്, മജ്ദൂൽ ടവറും. അങ്ങനെ ആ രാത്രി അവരൊക്കെ കൂടി ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് യാത്ര ചെയ്തു.